മുത്ത് നബിയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്. മുത്ത് ജനിച്ചുള്ള നാടേതാ? കഅബയതുള്ള മക്കത്താ. മുത്ത് നബിയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്. മുത്ത് ജനിച്ചുള്ള നാടേതാ? കഅബയതുള്ള മക്കത്താ. മുത്ത് വഫാത്തായ ഭൂമി മദീന, മണ്ണിലെ ചേലുള്ള സ്വർഗത്തോപ്പ. ഹക്ക് പഠിപ്പിക്കാൻ റബ്ബ് അയച്ചുള്ള അംബിയ മുർസൽ ഖാതിമര. ആമിന ബീവി പൊന്നുമ്മ, ബീവി ഹലീമ പോറ്റുമ്മ. ആമിന ബീവി പൊന്നുമ്മ, ബീവി ഹലീമ പോറ്റുമ്മ. ആരംഭ പൈതൽ പിറക്കും മുന്ന പിരിഞ്ഞു പൊന്നുപ്പ അബ്ദുള്ള. ആദ്യത്തെ ഭാര്യ ഖദീജുമ്മ, അവരിൽ പിറന്നു ബി ഫാത്തിമ. അഹ്ലുബൈത്തിന്റെ കണ്ണികൾ ചേർന്ന് ഹസൻ ഹുസൈൻ ഒര പൊന്നുമ്മ. അഹ്ലുബൈത്തിന്റെ കണ്ണികൾ ചേർന്ന് ഹസൻ ഹുസൈൻ ഒര പൊന്നുമ്മ. മുത്ത് നബിയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്. മുത്ത് ജനിച്ചുള്ള നാടേതാ? കഅബയതുള്ള മക്കത്താ. 6-ാം വയസ്സിൽ അബവായിൽ വച്ച് പൊന്നുമ്മ ആമിന ബീവി പിരിഞ്ഞു. ആറ്റലെ പൊറ്റു പിന്നുപ്പ അബ്ദുൽ മുത്തലിബ് 8-ാം വയസ്സിൽ മറഞ്ഞു. 6-ാം വയസ്സിൽ അബവായിൽ വച്ച് പൊന്നുമ്മ ആമിന ബീവി പിരിഞ്ഞു. ആറ്റലെ പൊറ്റു പിന്നുപ്പ അബ്ദുൽ മുത്തലിബ് 8-ാം വയസ്സിൽ മറഞ്ഞു. യതീമായി വളർന്നു നബി, സത്യം മാത്രം പറഞ്ഞു നബി. യതീമായി വളർന്നു നബി, സത്യം മാത്രം പറഞ്ഞു നബി. ഹക്ക് തൊടാത്തൊരു കാലത്ത് സത്യം പറഞ്ഞപ്പോൾ മക്ക മുഴുക്കെ സ്നേഹത്തോടെ വിളിച്ചു അൽ അമീൻ, അൽ അമീൻ, അൽ അമീൻ, അൽ അമീൻ. മുത്ത് നബിയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്. മുത്ത് ജനിച്ചുള്ള നാടേതാ? കഅബയതുള്ള മക്കത്താ. 63 വയസ്സുകാലം മണ്ണിൽ ജീവിച്ചു മുത്ത് നബി. അന്ത്യപ്രവാചകൻ എന്ന ദൗത്യം നബിയായി 40-ൽ വഹിയിറങ്ങി. 53 വയസ്സിലന്ന് പുണ്യ മദീനത്ത് ഹിജ്റ പോയി. അബൂബക്കർ ഉമറും ഉസ്മാൻ അലിയും ഖുലഫാഉൽ അർബഅ പിൻഗാമി. മുത്തിനെ ഹൃത്തിൽ ചേർത്തു വെക്കുന്നൊരു നാളെ മഹ്ശറ മുറ്റത്ത് സ്നേഹത്തോടെ വിളിക്കും ഉമ്മത്തി, 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 ഉമ്മത്തി. മുത്ത് നബിയുടെ പേരെന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്. മുത്ത് ജനിച്ചുള്ള നാടേതാ? കഅബയതുള്ള മക്കത്താ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.